പ്രിയ ഉദ്യോഗാർത്ഥികളെ, ബാങ്ക് പരീക്ഷകളെ പൊതുവിൽ ഉദ്യോഗാർത്ഥികൾ വളരെ താല്പര്യത്തോടെ കാണുന്നത് എന്തുകൊണ്ട്? ബാങ്ക് പരീക്ഷകളുടെ പ്രത്യേകതകൾ എന്താണ്? ബാങ്ക് ജോലി എന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്? ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. ബാങ്ക് പരീക്ഷകളുടെ സീസൺ തുടങ്ങാൻ പോവുകയാണല്ലോ. ഒരു വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ബാങ്ക് പരീക്ഷകൾ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ ഡിഗ്രി പാസ്സായവർ, കഴിഞ്ഞ കൊല്ലങ്ങളിൽ പാസ്സായവരൊക്കെ ബാങ്ക് പരീക്ഷകൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും. എന്തിനു വേണ്ടി ബാങ്ക് പരീക്ഷ എഴുതണം എന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ, ട്രഡീഷണൽ പ്രൈവറ്റ് ബാങ്കുകൾ, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ, ഗ്രാമീൺ ബാങ്കുകൾ, ഇങ്ങനെ 4 തരം ബാങ്കുകളാണ് പൊതുവിൽ ഇന്ത്യയിലുള്ളത്. ഇതിൽ പൊതുമേഖലാ ബാങ്കുകൾ, റൂറൽ ബാങ്കുകളാണ് ഗവൺമെൻറ് സെക്ടറിലുള്ളത്. ട്രഡീഷണൽ പ്രൈവറ്റ് ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇത്തരം പ്രമുഖമായ ബാങ്കുകളും മത്സര പരീക്ഷകളിലൂടെ തന്നെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പരീക്ഷകളാണ് അവർ നടത്തുന്നത്. മറ്റ് ജോലികൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും UPSC, SSC അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC ഇവരൊക്കെ പരീക്ഷ നടത്താറുണ്ട്. ഇത്തരം പരീക്ഷകളെക്കാളെല്ലാം കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത് ബാങ്ക് പരീക്ഷകൾക്കാണ്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ബാങ്ക് പരീക്ഷകളുടെ ഷെഡ്യൂൾ നേരത്തെ തന്നെ അറേഞ്ച്ഡ് ആണ്. എന്ന് പരീക്ഷ നടക്കും, എന്ന് റിസൾട്ട് വരും, എപ്പോൾ ജോബ് കാർഡ് കിട്ടും, ഇതെല്ലാം സുവ്യക്തമാണ്. ആംബിഗ്വിറ്റീസ്, അവ്യക്തതകളില്ല. അപ്പോൾ നമുക്ക് ഒരു ജോലി എന്ന് കിട്ടുമെന്ന് അറിഞ്ഞു പഠിക്കാം. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളുടെ കാര്യം എടുത്തു നോക്കൂ. പലപ്പോഴും പരീക്ഷകൾ തന്നെ അനന്തമായി നീണ്ടുപോകും. പരീക്ഷകളുടെ റിസൾട്ട് അനന്തമായി നീണ്ടുപോകും. ടെസ്റ്റ് പാസ്സായാൽ തന്നെ ജോലി കിട്ടുന്ന ഉറപ്പില്ല. എന്നാൽ ബാങ്ക് പരീക്ഷകൾ എത്ര വേക്കൻസിയാണ് വിളിക്കാൻ പോകുന്നത് എന്നതുപോലും അവർ അനൗൺസ്മെൻറ്റിന് മുമ്പേ, അവർ അനൗൺസ്മെൻറ്റിനോടൊപ്പം അവർ പ്രസ്താവിക്കും. അപ്പോൾ കുറേ കൂടെ വ്യക്തതയുണ്ട്. ഈ വ്യക്തത തന്നെയാണ് ബാങ്ക് പരീക്ഷകളിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്നത്. ICD എന്ന ഞങ്ങളുടെ കൊച്ചു സ്ഥാപനം വഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കഴിഞ്ഞ 29 കൊല്ലത്തിനിടയിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 80-85% ബാങ്ക് ബ്രാഞ്ചുകളിലും ഒരു ICD-കാരനെങ്കിലും ഉണ്ടാകും. അത് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നു. ഇവരുടെ എല്ലാം വിജയം സാക്ഷി നിർത്തി പറയുകയാണ്, ബാങ്ക് പരീക്ഷകൾ ഒരു ഷുവർ ഷോട്ടാണ് നന്നായി പഠിക്കുന്നവർക്ക്. പരീക്ഷകളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ കഴിഞ്ഞ 29 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിട്ടില്ല. വളരെ പ്രൊഫഷണലായി പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസിയാണ് IBPS. ഇനി ഈ ബാങ്ക് ജോലിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് പോലും കേരളത്തിൽ പോലും കഴിഞ്ഞ മാസം ശമ്പളം കൊടുക്കാൻ ഡിലേഡായി എന്നൊരു പരാതി. ഗവൺമെൻറ്റുകളെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. എന്നാൽ ബാങ്കുകൾ അവർ ഉണ്ടാക്കുന്ന ലാഭം, അതുകൊണ്ട് തന്നെ അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാൻ പറ്റും. എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും അവരുടെ ശമ്പളം റിവൈസ് ചെയ്യപ്പെടും. ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് വഴി, ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ബാങ്ക് യൂണിയനുകളും തമ്മിലുള്ള ചർച്ചകൾ വഴി എല്ലാ വർഷവും, എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും ശമ്പളത്തിൽ വർധനമുണ്ടാകും. ആനുപാതികമായ DA വർധനയോടെ ചേർന്ന് ഏതാണ്ടൊരു 5-6 കൊല്ലം കൊണ്ട് ശമ്പളം ഡബിൾ ചെയ്യുന്നൊരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒക്കെ വ്യക്തമാണ് എന്നതാണ് ബാങ്ക് ജോലിയുടെ ഒരു അട്രാക്ഷൻ. പിന്നെ ബാങ്കിൻ്റെ എൻവയൺമെൻറ്റ്, ബാങ്കിൻ്റെ എല്ലാ ബാങ്കിങ് ഹാളുകളും വളരെ ശീതീകരിക്കപ്പെട്ടതാണ്. വളരെ നല്ല ആംബിയൻസാണ്. പൊതുവിൽ യുവത്വം ഉള്ള ഒരു മേഖല. ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു 35-40 ആണ്. അപ്പോൾ ഒരു യങ്ങർ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരമാണുള്ളത്. ആവറേജ് ഏജ് വളരെ കുറവാണ്. ബാങ്കുകൾ അക്കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വർക്ക് എൻവയൺമെൻറ്റ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ കുട്ടികൾ പറയാറുണ്ട് വളരെ പ്രഷറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് എല്ലാ മേഖലയിലും വർക്ക് പ്രഷറുണ്ട്. നിങ്ങൾ IT യിൽ വർക്ക് ചെയ്യുകയാണെങ്കിലുണ്ട്, ഒരു ഡോക്ടറാണെങ്കിലുണ്ട്,
ഒരു എൻജിനീയർ ആണെങ്കിലുണ്ട്, എല്ലായിടത്തും വർക്ക് പ്രഷറുണ്ട്. പക്ഷേ അതൊന്നുമല്ലല്ലോ ഒരു ഉദ്യോഗാർത്ഥിയെ അലട്ടേണ്ട കാര്യം. ജോലി സാധ്യതയല്ലേ. ജോലി സാധ്യത നല്ലതുപോലുള്ളൊരു മേഖല തന്നെയാണ് ബാങ്കിങ് മേഖല. ലേറ്റസ്റ്റ് റിവിഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ശമ്പളത്തിൽ ബേസിക് പേയിൽ ഒരു 17% ലേറ്റസ്റ്റ് ബൈപാർട്ടൈറ്റ് സെറ്റിൽമെൻറ്റ് വഴി 17% വർധനമാണ് വന്നേക്കുന്നത്. അത് പ്രകാരം ഒരു പ്രൊബേഷണറി ഓഫീസറിൻ്റെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 48,480 രൂപയാണ്. ഒരു ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ ശമ്പളം ബേസിക് പേ എന്ന് പറയുന്നത് 20,000 അപ്പോൾ ഒരു ഓഫീസറിൻ്റെ ശമ്പളം ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ 80,000+, ക്ലറിക്കൽ ഗ്രോസ് സാലറി 40,000+ ആണ്. ഇത് കൂടാതെ ധാരാളം മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. പൊതുവിൽ C2C എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കോസ്റ്റ് ടു കമ്പനി. നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് മറ്റൊരു സ്ഥലത്തും നമുക്ക് കിട്ടില്ല. ഒരു പ്രൈവറ്റ് മേഖലയിലോ ഒക്കെ ഒന്നും കിട്ടാത്ത കാര്യമാണ്. ഇപ്പോൾ മെഡിക്കൽ കോസ്റ്റൊക്കെ ആർക്കും പ്രവചിക്കാനാവാത്ത രീതിയിൽ കൂടി വരികയാണ്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിന് പൂർണ്ണമായ മെഡിക്കൽ സംരക്ഷണം ഒക്കെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇതൊക്കെ ഇൻടാഞ്ചിബിളാണ്. നമുക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളം ഇത്ര, എന്നാൽ അതിനപ്പുറം ഉള്ള ആനുകൂല്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ട്രാവൽ ഫെയർ കൺസെഷൻസ്, നിങ്ങൾക്ക് 4 കൊല്ലം കൂടുമ്പോഴോ ഒക്കെ യാത്ര ചെയ്യാം. ഒരു ബാങ്ക് ഓഫീസേഴ്സ് ജോലിയാണെങ്കിൽ ഓൾ ഇന്ത്യ സർവീസാണ്. അപ്പോൾ ഇതിനെ അനുകൂലമായി എടുക്കുന്നവർക്ക് ബാങ്കിൻ്റെ ചിലവിൽ ഇന്ത്യയിൽ പാൻ ഇന്ത്യ വർക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. എന്നാൽ അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്കും അതാത് സംസ്ഥാനങ്ങളിൽ ഒതുങ്ങാം. ഇപ്പോൾ ബാങ്കിന് ധാരാളം ബ്രാഞ്ചുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെട്ടേക്കാം. ഇതെല്ലാം അവസരം തന്നെയാണ്. റൂറൽ ബാങ്ക് ആണെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ എക്കാലവും വർക്ക് ചെയ്യാം. അപ്പോൾ ആശങ്കകളില്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇക്കണോമിക് ഗ്രാഫ് ഏതാണ്ട് ജോലി കിട്ടുന്ന അന്ന് മുതൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ ഫെസിലിറ്റിയും എല്ലാം ഉണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ബാങ്ക് ജോലിയുടെ അട്രാക്ഷൻ. വർഷങ്ങൾക്ക് മുമ്പേ ഞാനും ബാങ്കിൽ കുറച്ചു കാലം പ്രവർത്തിച്ച ഒരാളാണ്. അന്നും എൻ്റെ അട്രാക്ഷൻ ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു. യു ക്യാൻ പ്ലാൻ യുവർ ഫിനാൻഷ്യൽ ലൈഫ്, ഫിനാൻഷ്യൽ പ്രോസ്പെക്ട്സ് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ, ഉദ്യോഗാർത്ഥികൾ ഈ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. ഈ പ്രോസ്പെക്ട്സ് ഒന്നും കൊണ്ട് ആകണമെന്നില്ല. പരീക്ഷാ സംവിധാനത്തിലുള്ള ഉറപ്പാണ് ഉദ്യോഗാർത്ഥികളെ എക്കാലവും ബാങ്ക് പരീക്ഷയിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ആകർഷിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം ബാങ്ക് പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും സുനിശ്ചിതമാണ്. എന്ന് പരീക്ഷ, എന്ന് റിസൾട്ട്, എന്ന് ജോബ് കാർഡ്. രണ്ടാം പകുതിയിലാണ്, ഒരു വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഈ പരീക്ഷകളെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാം പകുതിയിലെ പരീക്ഷകൾക്ക് വേണ്ടി സന്നദ്ധമാകാൻ ഉടനടി പ്രവർത്തനം തുടങ്ങുക. ദ ഏർലിയർ ദ ബെറ്റർ. സമയം നഷ്ടപ്പെടുത്താനില്ല. അപ്പോൾ ബാങ്ക് പരീക്ഷകൾ ആണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. മത്സരം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. മത്സരബുദ്ധിയോടെ പഠിക്കുന്നവർക്കാണ് ഈ വിജയമുണ്ടാകുന്നത്. പഠിക്കാൻ വരുന്നവരെല്ലാവരും തന്നെ വളരെ ഊർജ്ജത്തോടെയും ആർജവത്തോടെയാണ് പഠിക്കുന്നത്. അപ്പോൾ മത്സരം എന്തെന്ന് മനസ്സിലാക്കുക, അതറിഞ്ഞ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. കുതിരകളെ മത്സരത്തിൽ ഓടിക്കുന്നത് അവരുടെ കണ്ണുകൾ 2 വശത്തും കെട്ടിക്കൊണ്ടാണ്. കാരണം ഡിസ്ട്രാക്ഷൻസ് പാടില്ല, ഡൈവേർഷൻസ് പാടില്ല. അങ്ങനെ വളരെ അറ്റൻറ്റീവായിട്ട് നമ്മളുടെ ലക്ഷ്യമെന്ത് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ കഴിയണം. ഇതൊരു ബാലികറ മലയല്ല. റോക്കറ്റ് സയൻസുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് വരെയുള്ള കണക്ക്, ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ്, ജനറൽ റീസണിങ്, യുക്തി പരിശോധന, ഇങ്ങനെ 4 പരീക്ഷകളാണ് നമുക്കുള്ളത്. പിന്നെ ഓഫീസേഴ്സ് പരീക്ഷയാണെങ്കിൽ എല്ലാം പ്രിലിംസും മെയിൻസും ഉണ്ട്. പ്രിലിംസ് ഒരു എലിമിനേഷൻ ടെസ്റ്റാണ്, മെയിൻസാണ് സെലക്ഷൻ ടെസ്റ്റ്. അതിനുശേഷം ഓഫീസേഴ്സ് പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. എന്നാൽ ക്ലറിക്കലാണെങ്കിൽ മെയിൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ ബലത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും, ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ ക്ലിപ്തമായി 2024 ആദ്യ ക്വാർട്ടറിൽ തന്നെ ഒരു ജോലി ഉറപ്പിക്കാനുള്ള പരീക്ഷകളാണ് ഈ വരുന്നത്. ആത്മാർത്ഥമായി ശ്രമിക്കുക. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിജയം നേരിട്ടറിഞ്ഞ ഒരു അധ്യാപകനാണ് ഞാൻ. അവർ വരുന്നു, ആത്മാർത്ഥതയോടെ പഠിക്കുന്നു, നേട്ടങ്ങളുണ്ടാക്കി പോകുന്നു. പക്ഷേ ഈ നേട്ടങ്ങളുടെ ഒന്നും ക്രെഡിറ്റ്
എനിക്കല്ല, ഞങ്ങളുടെ സ്ഥാപനത്തിനുമല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. വരുന്ന എല്ലാവരും വിജയമുണ്ടാക്കുന്നില്ല. എന്നാൽ ഞാൻ ജോലിയുമായി പോകുകയുള്ളൂ എന്ന് കരുതി വരുന്ന എല്ലാവരും തന്നെ വിജയമുണ്ടാക്കുന്നുമുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷയോ 2 പരീക്ഷയോ ഒക്കെ കിട്ടിയില്ലെന്ന് വരും. നിരാശരാകാതെ പഠിക്കണം. നമ്മൾക്ക് കിട്ടി തുടങ്ങിയാൽ പിന്നെ ഒന്നിൽ പരം ജോലികളായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനുടനെ പലർക്കുമുള്ള സംശയം BCom-കാരനാണ്, BA-കാരനാണ്, അതുകൊണ്ട് എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് കണക്ക് പഠിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള വിഷമങ്ങളും ആകുലതകളൊക്കെ പറയാറുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, നന്നായി പഠിക്കാൻ വരുന്നവർക്ക് വിജയം ഉറപ്പുവരുത്താൻ പറ്റും. ചിലർ ചോദിക്കും, ഞാൻ BTech-കാർക്കാണ് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഏത് ഗ്രാജുവേറ്റിനും പരീക്ഷ എഴുതാം. അന്ന് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് വേണമോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഗ്രാജുവേഷൻ പാസ്സാണോ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതിയാൽ വിജയിക്കാനുള്ള വളരെ ചാൻസ് ഉണ്ട് നന്നായി പഠിക്കുന്നവർക്ക്. പക്ഷേ തീർച്ചയായിട്ടും പരീക്ഷ എങ്ങനെയാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തനത്തിലൂടെ പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നവർക്കുള്ള പരീക്ഷയാണ്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് പരീക്ഷയാണ്. ഓരോ വർഷവും നല്ലൊരു നമ്പർ വേക്കൻസിയാണ് ഈ ബാങ്ക് മേഖലയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിജയവും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ SSC, റെയിൽവേ എന്നൊക്കെ പറയുന്നത് പരീക്ഷകൾ, ഇവരുടെ പരീക്ഷയെല്ലാം തന്നെയും ഏതാണ്ട് 70% ഒന്നാണ്. എല്ലാം കൊഗ്നൈറ്റീവ് ടെസ്റ്റുകളാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ്. എല്ലാത്തിനും കണക്ക്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഇത് തന്നെയാണ്. പക്ഷേ ഒരു 20% പോർഷനിൽ വ്യത്യാസം ഉണ്ടാകും. ഞങ്ങളിവിടെ അതും കവർ ചെയ്യുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഏതെങ്കിലും മേഖലയിൽ തീർച്ചയായും വിജയിക്കാൻ പറ്റും. അപ്പോൾ ഉചിതമായ തീരുമാനമെടുക്കുക. അധ്വാനിക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് കടന്നു വരാവൂ. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായി വിജയം നേടാനുമാകും. 2024 പരീക്ഷകൾ നിങ്ങൾക്കാവട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇയർ തെറ്റിപ്പോയി. 2024 ഏപ്രിൽ 2025 ഏപ്രിലാണ് നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്നത് 2024 പരീക്ഷകൾ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ 2024 പരീക്ഷകൾ നിങ്ങളുടേതാകട്ടെ. 2025 ആദ്യ ക്വാർട്ടറിൽ തന്നെ ഒരു ജോബ് കാർഡ് നിങ്ങളുടെ കൈവശം വന്നു ചേരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലത് വരട്ടെ. നന്ദി.